എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്നാ എന്നോട് സലാം അടക്കാൻ പറ്റുമോ? നിങ്ങളെ സലാം അടക്ക്. ഈ സലാം അടക്കാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അല്ലെ, ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മൂലംകുഴിയിൽ പ്രഭാരൻ എന്താ ഒരു പ്രന്യാസം? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു, സലാം അടക്ക് കോയ. നിങ്ങൾ ഈ ബാങ്കിന് എന്തുകൊണ്ടാണ് സലാം അടക്ക്? ഓക്കെ, വലൈക്കും അസ്സലാം. അങ്ങനെ വഴിക്കുക. ഞാൻ പറയുന്നു ഡിങ്കാഹു അക്ബർ. എന്താണ് അല്ലാഹു അക്ബർ നിങ്ങൾ പറയുന്നു? എന്റെ ദൈവം ഡിങ്കനാണ്. ഡിങ്കാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ മോശം? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഞങ്ങളിത് വേറൊരു കാര്യമുണ്ട്. ഹയ്യാല ഫ്രീ തിങ്കിങ്, ഹയ്യാല സയന്റിഫിക് ടെമ്പർ. അത് നിങ്ങൾ പാരഡി ആക്കിയിട്ട് ഹയ്യാല സ്വല ഹയ്യാല ഫല എന്ന് പറയുന്നത് എത്ര മോശമാണത്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ബാങ്ക് എവിടുന്ന കോപ്പി അടിച്ചത് നിങ്ങൾക്ക് അറിയോ? ജൂതന്മാരുടെ അല്ലേ ബാങ്ക്? ജൂതന്മാര് ബാങ്ക് അപ്പൊ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഈ സൊറാസ്ട്രിയൻസിന്റെ നിസ്കാരം അതാണ് മുസ്ലിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ കോപ്പി അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് കോപ്പി അടിച്ചൂടെ? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇതെന്ത്? നിങ്ങൾ സൊറാസ്ട്രിയൻ മതത്തിൽ നിന്ന് കോപ്പി അടിച്ച്, നിങ്ങൾ ജൂതന്മാരെ കോപ്പി അടിച്ച്, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കോപ്പി അടിച്ച്, പാഗൻസിന്റെ വരെ കോപ്പി അടിച്ചു. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നിങ്ങൾ പറയുന്നതിൽ എന്ത് ലോജിക്കാണ്? നിങ്ങൾ പറയുന്നതിൽ എന്താ ലോജിക്ക് എന്ന് പറയും? മുഹമ്മദ് നബി പൂശി, അങ്ങനെ മുഹമ്മദ് നബി പൂശിയിട്ടില്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്താ തെളിവുകൾ? മുഹമ്മദ് നബി പൂശിയിട്ടില്ല. എവിടെ പൂശി? ആയിഷയെ പൂശിയത് എത്ര വയസ്സിലാണ്? ആയിഷയെ പൂശിയത് എത്രാമത്തെ വയസ്സിലാണ്? ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അംസസ് ബലറുല്ലാത്ത്, അതിന്റെ അർത്ഥം ഒന്ന് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നെ. ഇങ്ങനെ മോശമായ രീതിയിൽ അംസസ് ബലറുല്ലാത്ത് ഒരുപാട് ആളുകളുണ്ട്. അസൽ ചെയ്യുക, അതിന്റെ മലയാളം എന്ന് പറഞ്ഞ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ അസൽ ചെയ്യുക, അതിന്റെ മലയാളം എന്ന് പറയും. എന്റെ പൊന്നു കോയ, കുരു പൊട്ടിയത് നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ കുരു പൊട്ടിയത് നമുക്ക് മനസ്സിലായി. പക്ഷെ നോ രക്ഷ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിങ്ങൾ ഈ അടിമത്തെ പറ്റി പറയുന്നില്ല. അന്നത്തെ കാലത്ത് അടിമയെ പൂശിയിട്ടില്ലേ മുഹമ്മദ് നബി? ഇഷ്ടം പോലെ അന്നത്തെ കാലത്ത് രാജാക്കന്മാരായാലും എല്ലാവരും അടിമ വെച്ചിട്ട് അന്നത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ അതേപോലെ ഒരു തെണ്ടിയാണ് മുഹമ്മദ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? നീ പാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പിടിച്ചെടുത്തവരെ, അതായത് 6-ാം നൂറ്റാണ്ടിൽ കുറെ തെണ്ടികൾ ഉണ്ടായിരുന്നു. അതിലൊരു തെണ്ടിയാണ് മുഹമ്മദ് നബി. ഇതാണ് പറഞ്ഞു വന്നത്. ഇവളാള് വിചാരിച്ചവല്ല, നല്ല മിടുക്കിയാണ്. നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. അതുകൊണ്ട് നീ അധികം സംസാരിക്കണ്ട. ആണോ? എന്റെ പൊന്ന് ചങ്ങാതി, മുഹമ്മദ് നബി ഒരു മുഹമ്മദ് നബി ആയിട്ടല്ലേ അവതരിച്ചത്. അന്നത്തെ ആളുകളെ മാതിരി മറ്റൊരാളായിട്ടാണ് വരാനിരിക്കുന്നത്. പിന്നെ അയാളെ കയറി മുഹമ്മദ് നബി എന്ന് വിളിക്കണം എന്തിനാണ്? ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. പിന്നെ നിങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ പറയണം. അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. കാരണം നിങ്ങൾക്കിപ്പോ എന്ത് പറയുമ്പോഴാണ് വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ എങ്ങനെ അറിയാം? കുഴപ്പമില്ല, പക്ഷേ എന്ത് പക്ഷേ? അംസസ് ബലറുല്ലാത്ത് എന്ന അറബിയിൽ എഴുതി വെച്ച സാധനം, അത് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടോ എന്തോ വലിയ സാധനമാണെന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടാവുക. അതിന്റെ അർത്ഥം എന്താണ്? സക് ദ ക്ലിറ്ററിസ് ഓഫ് അല്ലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. അത് അറബിയിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. മലയാളത്തിലൊന്ന് പോയി പറഞ്ഞു. അതായത് ലാത്തയുടെ ക്രിസരി പോയി ഉറിഞ്ചു എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. ഇനി അടുത്തത്, 6-ാം വയസ്സിൽ എന്നെ കെട്ടി, 9-ാം വയസ്സിൽ എന്നെ പൂശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാണ്. ബ്രേക്ക് ഫാസ്റ്റിന് മുമ്പ് ഇരുന്നതാ, ഇപ്പൊ ലഞ്ച് ടൈം ആയിട്ട് തീർന്നിട്ടില്ല നിന്റെ പാവങ്ങൾ. അതേ സാധനം അറബിയിൽ എഴുതുമ്പോ നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ലേ? ഹദീസ് എടുക്കുന്നത് സഹിഹ അല്ലാത്ത ഹദീസ് ഞാൻ ഇവിടെ പറയൂ. സത്യമായി പറയുന്നവനായി രാജാക്കൻ. ഞാൻ പറഞ്ഞ സാധനം സെർച്ച് ചെയ്യും, എന്നിട്ട് അതിന്റെ ആ റിസൾട്ട് എന്താണെന്ന് വരുന്നിടത്തുനിന്ന് അതിൽ നിന്ന് ആദ്യത്തെ റിസൾട്ട് എടുക്കുക. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അന്നത്തെ കാലത്ത് പല തെണ്ടികളും ഉണ്ടായിരുന്നു. പല തെണ്ടികളും പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു തെണ്ടിത്തരം ചെയ്തൊരു തെണ്ടിയാണ് മുഹമ്മദ് നബി. അതാണോ പറഞ്ഞു വരുന്നത്? അത്
നമ്മൾ സംസാരിക്കുന്നത് മാനവിലിൽ മഹോന്നതനായ ഉത്തമ മാതൃകായ ഹുസ്വത്തുൻ ഹസനയായ മുഹമ്മദ് നബിയെ കുറിച്ച്, അല്ലാതെ ആ നാട്ടിലുണ്ടായിരുന്ന ബാക്കി തെണ്ടികളെ കുറിച്ചല്ല നമ്മൾ പറയും. ടീച്ചറേ, ഈ ശാശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമനാറിയാണ്, സ്ത്രീയുടെ നിങ്ങൾ പറയൂ. അവിടെ കാണിച്ച എന്റെ പൊന്ന് ഫയാസിന്റെ കുരു പൊട്ടിയത് നമുക്ക് മനസ്സിലാക്കി. വലിയ കുരുവാണ്, നമുക്ക് അതിന് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. കൺസുമേറ്റ് ദ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരൂ. 6-ാം വയസ്സില്ല, അവര് 10-ാം വയസ്സിലാണ്. കൺസുമേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6-ാം വയസ്സല്ല, 10-ാം വയസ്സ്. നിങ്ങൾ പറയൂ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ്, അമേസിംഗ്. കൺസുമേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പൂശ എന്നാണ്. കൺസുമേറ്റിന്റെ അർത്ഥം പറഞ്ഞ ഒന്നിച്ച് ജീവിക്കേ. അപ്പൊ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ അതുവരെ അവരെന്താ ചെയ്തത്? ഒന്നിച്ച് ജീവിക്കല്ലേ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ മുഹമ്മദ് നബി? എനിക്കറിയാം, അന്നത്തെ ഒരു കാട്ടറബി, അത്രേ ഉള്ളൂ. ഒരു കള്ളൻ, ഒരു കൊലപാതകി, ഒരു ബലാത്സംഗി. ഇതാണ് നമ്മൾ പറഞ്ഞത്. പറയേ, ഇസ്ലാമിൽ ഒരു നല്ല കാര്യം പറയും. ഇസ്ലാമില് പലിശ കൊടുക്കരുതാണ്. പലിശ മുഹമ്മദ് നബി പലിശ കൊടുത്തിട്ടില്ലേ? മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ പടച്ചട്ട അവിടെ പണയത്തിലായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. മുഹമ്മദ് നബി പലിശ വാങ്ങിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുഹമ്മദ് നബി കള്ളു കുടിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കുടിച്ച കള്ളിന്റെ പേര് നബീദ്. ഇവിടെ നിങ്ങൾ ആൽക്കഹോൾ കുടിക്കാതിരുന്ന അവിടെ സ്വർഗത്തില് കള്ളിന്റെ പുഴയുണ്ടെന്നല്ലേ പറയണേ? അല്ലേ? അപ്പൊ പിന്നെ അതിൽ എന്ത് ലോജിക്കാനുള്ളത്? ഞാനിങ്ങനൊരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. ഇസ്ലാമിൽ നിങ്ങൾക്ക് ഒരു നന്മയും കാണിച്ചു തരാൻ പറ്റില്ല. ഇനി ഇസ്ലാം തടഞ്ഞിട്ടുള്ള നന്മയുണ്ട്. ഏറ്റവും വലിയൊരു നന്മ ഈ അഡോപ്ഷൻ എന്ന് പറയും, ഈ ദത്തെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം. അതുപോലും ഇസ്ലാം റദ്ദാക്കി, അത് നിഷിദ്ധമാക്കി. എന്താ കാര്യം? അതായത് സ്വന്തം വളർത്തുമകൻ സെയ്ദിന്റെ ഭാര്യയെ കണ്ട് മോഹിച്ചിട്ട് അവള് ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് അവള് തുണിയില്ലാതെ നിൽക്കുന്ന കണ്ടപ്പം മനസ്സിൽ മോഹമുദിച്ചു മുഹമ്മദ് നബിക്ക്. ആ ആളെ കെട്ടാൻ വേണ്ടി നോക്കുമ്പോ ഈ സെയ്ദ് വളർത്തുമകനാണ്, ദത്തെടുത്ത പുത്രനാണ് എന്നത് അവിടെ ഒരു പ്രശ്നമായി വന്നപ്പോൾ ദത്തെടുക്കൽ തന്നെ ഹറാമാക്കി. എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം കാമ കേളിക്ക് കൂട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ബമ്പർ കൊള്ളാമെന്നെണ്ണം പറഞ്ഞതിന് അവളുടെ ചേട്ടൻ തല്ലാൻ പിടിച്ച ഓർമ്മയുണ്ടോ? സ്വന്തം ഭാര്യ ഒരു അടിമയെ മോചിപ്പിച്ച സമയത്ത് എന്താണ് മുഹമ്മദ് നബി ചെയ്തത്? അതായത് നീ എന്തിനാണ് മോചിപ്പിച്ചത്? അവളെ നിന്റെ അമ്മാവന് കൊടുത്തുവിടായിരുന്നോ? എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്ട് അവന്റെ ഓരോ വഴിപാടുകൾ അവളെ കയറിയിട്ട് മാനവരിൽ മഹോന്നതൻ, ഉസ്വത്തുൻ ഹസന, ഇഞ്ചാതി സാധനങ്ങളൊക്കെ വിളിക്കണം, ഉത്തമ മാതൃക, പ്രവാചകൻ എന്നൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. നാട്ടിൽ ഗോവിന്ദച്ചാമീനെ പ്രവാചകൻ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.